ഇസ്ലാം വളരെ വിശാലമായ ഒരു നിയമസംഹിതയാണല്ലോ. ധാരാളം നിയമങ്ങൾ അതിലുണ്ട്. എല്ലാ നിയമങ്ങളും വിശ്വസിക്കൽ എല്ലാവർക്കും നിർബന്ധമാണോ? ഇല്ലെങ്കിൽ ഏതാണ് വിശ്വസിക്കൽ നിർബന്ധമായത്, അല്ലാത്തത് ഏതാണ്? ഒരു വിശദീകരണം തരാമോ? ഇസ്ലാം വളരെ പ്രവിശാലമാണെന്ന കാര്യം ശരി തന്നെയാണ്. അതിന്റെ നിയമം വളരെ വ്യാപിച്ചു കിടക്കുന്ന വിശാലമായ നിയമങ്ങളാണ്. ലാ തഖുലു വാഖിഅത്തുൻ അൻ ഹുക്മില്ല, ഒരു സംഭവവും അള്ളാഹുവിന്റെ വിധിയിൽ നിന്ന് ഒഴിവല്ല എന്ന് മഹത്തുക്കളായ ഇമാമുകൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത്ര വിശാലമായി കിടക്കുന്ന ഈ നിയമങ്ങളെല്ലാം എല്ലാവരും മനസ്സിലാക്കലും വിശ്വസിക്കലും പ്രായോഗികമല്ല. അതുകൊണ്ട് തന്നെ അള്ളാഹു തആല അങ്ങനെ നിയമം വെച്ചിട്ടുമില്ല. എന്നാൽ പിന്നെ വിശ്വസിക്കൽ നിർബന്ധമായ അനേകം കാര്യങ്ങളുണ്ട്. ഖണ്ഡിതമായ പ്രമാണങ്ങളെ കൊണ്ട് സുവ്യക്തമായി സ്ഥിരപ്പെട്ടതായ കുറെ നിയമങ്ങൾ. ഈ കാര്യങ്ങൾ അറിഞ്ഞിരിക്കലും വിശ്വസിച്ചിരിക്കലും എല്ലാവർക്കും നിർബന്ധമാണ്. ഇസ്ലാമിക മൗലിക കാര്യങ്ങൾ എന്നാണ് ഇതിന് പേര് വിളിക്കപ്പെടുക. ഇത്തരം മൗലികമായ കാര്യങ്ങളിൽ തന്നെ രണ്ടിനമുണ്ട്. ചില മൗലിക കാര്യങ്ങളെ വിശ്വസിച്ചില്ല എങ്കിൽ ഇസ്ലാമിൽ നിന്ന് തന്നെ അദ്ദേഹം പുറത്തു പോകും. എന്നാൽ വേറെ ചില കാര്യങ്ങൾ വിശ്വസിക്കൽ നിർബന്ധമാണെങ്കിൽ പോലും ഖണ്ഡിതമായ പ്രമാണങ്ങൾ കൊണ്ട് തെളിഞ്ഞതാണെങ്കിലും വിശ്വസിച്ചില്ല എന്ന കാരണം കൊണ്ട് ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് അദ്ദേഹം പുറത്തു പോകുന്നില്ല. ഇസ്ലാമിന്റെ അകത്ത് കുറ്റക്കാരനായി അദ്ദേഹം ഉണ്ടായിരിക്കും. ഇനി ഇത് രണ്ടുമല്ലാത്ത നിയമങ്ങളാണ് ധാരാളമുള്ളത്. അത് ഖണ്ഡിതമല്ലാത്ത, അതായത് അഭിപ്രായ വ്യത്യാസത്തിന് പഴുതുള്ള തെളിവുകൾ കൊണ്ട് സ്ഥിരപ്പെട്ട നിയമങ്ങളാണ്. അത് എല്ലാവർക്കും മനസ്സിലാക്കുക അസാധ്യമാണ്. അഗ്രഗണ്യരായ മുജ്തഹിദുകളായ പണ്ഡിതന്മാർ പ്രമാണങ്ങളിൽ നിന്ന് ഗവേഷണം ചെയ്ത് അത്തരം കാര്യങ്ങളെ കണ്ടെത്തി അവർ മനസ്സിലാക്കും. ഇത് എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധ്യമാകുന്നതല്ല. ചുരുക്കത്തിൽ ഇസ്ലാമിക നിയമങ്ങൾ എല്ലാവരും എല്ലാം പഠിക്കേണ്ടതല്ല. എന്നാൽ പഠിക്കേണ്ടവയും പഠിക്കൽ നിർബന്ധമില്ലാത്തവയും ആ കൂട്ടത്തിലുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒരൽപ്പം വിശദീകരണത്തോടുകൂടെ ആ കാര്യം ഒന്നുകൂടെ നമുക്ക് വിവരിക്കാം. ഒരു സമ്പൂർണ്ണ ജീവിത പദ്ധതിയാണ് ദീനുൽ ഇസ്ലാം. മനുഷ്യ ജീവിതത്തിൽ അത് ഇറങ്ങിച്ചെല്ലാത്ത മേഖലകളില്ല. ഒരു പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ളൊരു മനുഷ്യൻ ഇടപെടുന്ന ഏതെല്ലാം മേഖലകളുണ്ടോ അവിടെയെല്ലാം അതിന് വ്യക്തമായ കാഴ്ചപ്പാടുകളും നിയമനിർദ്ദേശങ്ങളുമുണ്ട്. കുടുംബപരമായ കാര്യം, വൈവാഹിക കാര്യം, സാമ്പത്തിക കാര്യം, അങ്ങനെ ഏതെല്ലാം രാഷ്ട്രീയപരമായ കാര്യം, എല്ലാ കാര്യത്തിലും വ്യക്തമായ നിയമനിർദ്ദേശങ്ങൾ ദീനുൽ ഇസ്ലാം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഈ നിയമങ്ങളെല്ലാം വിശ്വസിക്കൽ പക്ഷേ അല്ലാഹു തആല എല്ലാവർക്കും നിർബന്ധമാക്കിയിട്ടില്ല. അത് സാധാരണ ഒരാളെ കൊണ്ട് സാധിക്കുന്ന പ്രശ്നവുമല്ല. കാരണം അത്ര പ്രവിശാലമാണ് ദീനുൽ ഇസ്ലാമിന്റെ നിയമസംഹിതകൾ. എന്നാൽ ഈ നിയമങ്ങളിൽ നിന്ന് അറിഞ്ഞിരിക്കലും വിശ്വസിക്കലും നിർബന്ധമായ കുറെ കാര്യങ്ങളുണ്ട്. അഥവാ നിർവഹിച്ചില്ലെങ്കിൽ ഇസ്ലാം ദീനിൽ നിന്ന് തന്നെ പുറത്തു പോകുന്ന കാര്യങ്ങളുണ്ട്. എന്നാൽ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് പഴുതുള്ളതും എല്ലാവരും അറിയൽ അനിവാര്യമല്ലാത്ത കാര്യങ്ങളുമുണ്ട്. ഒരു ചെറിയ രൂപത്തിൽ അത് നമുക്ക് ഇങ്ങനെ വിശദീകരിക്കാം. ഒന്നാമതായി ഒരു മനുഷ്യൻ അറിഞ്ഞിരിക്കേണ്ടത് ഈ പ്രപഞ്ചത്തിന്റെ സ്രഷ്ടാവായ അള്ളാഹുവിനെ കുറിച്ചാണ്. ഈ പ്രപഞ്ചം സൃഷ്ടിച്ച ഒരു നാഥനുണ്ടെന്നും ആ സ്രഷ്ടാവ് ഏകനാണെന്നും അവൻ അജയ്യനും സർവശക്തനും സർവഗുണങ്ങളും ഒരുമിച്ച് കൂടിയവനാണെന്നുമുള്ള വിശ്വാസം ഇസ്ലാമിന്റെ വിശ്വാസത്തിന്റെ കാതലാണ്. ഇത് പ്രബോധനം ചെയ്യാൻ വേണ്ടിയാണ് 1,24,000-ഓളം വരുന്ന പ്രവാചകന്മാരെ അല്ലാഹു തആല നിയോഗിച്ചത്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആദ്യ മനുഷ്യനുമാണ്, ആദ്യ പ്രവാചകരുമാണ്. ആദം നബി അലൈഹിസ്സലാം തൊട്ട് കഴിഞ്ഞ എല്ലാ പ്രവാചകന്മാരും ഈ ലോകത്തിന്റെ സ്രഷ്ടാവിനെ പരിചയപ്പെടുത്തുകയും ആ സ്രഷ്ടാവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് ജനങ്ങളെ പഠിപ്പിച്ചും കൊണ്ടുമാണ് കഴിഞ്ഞു പോയത്. വമാ അർസൽനാ മിൻ ഖബ്ലിക മിൻ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ. സൂറത്തുൽ അംബിയായിലെ 25-ാമത്തെ ഈ വചനത്തിൽ അല്ലാഹു തആല ഈ കാര്യമാണ് പറയുന്നത്. നബിയെ, അങ്ങേക്ക് മുമ്പ് നാം നിയോഗിച്ച എല്ലാ പ്രവാചകന്മാരും അവരോടെല്ലാം ഞാനല്ലാതെ മറ്റ് ആരാധനയ്ക്ക് അർഹരില്ല, അതുകൊണ്ട് നിങ്ങൾ എന്നെ ആരാധിക്കണമേ എന്ന് നാം വഴിയറിയിച്ചു കൊടുത്തുകൊണ്ടല്ലാതെ ദിവ്യ സന്ദേശം നൽകിയിട്ടല്ലാതെ ഒരൊറ്റ പ്രവാചകന്മാരെയും അയച്ചിട്ടില്ല.
അതുപോലെ വിശ്വസിക്കൽ നിർബന്ധമായ അനേകം കാര്യങ്ങൾ വേറെയുമുണ്ട്. 5 വഖത്ത് നിസ്കാരം, അതുപോലെ സക്കാത്ത്, റമദാൻ മാസത്തിലെ നോമ്പ്, ഹജ്ജ് പോലത്തെ അനുഷ്ഠാന കർമ്മങ്ങൾ അത് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ഭാഗമാണെന്ന വിശ്വാസവും നിർബന്ധമായ വിശ്വാസമാണ്. അതേപോലെ വ്യഭിചാരം, മദ്യപാനം, കളവ്, കൊലപാതകം തുടങ്ങിയ വിരോധിക്കപ്പെട്ടതായ കാര്യങ്ങൾ ഇസ്ലാം വിലക്കിയ കാര്യങ്ങളാണ് എന്ന് മനസ്സിലാക്കിയിരിക്കലും വിശ്വസിക്കലും നിർബന്ധമായ വിശ്വാസത്തിന്റെ ഭാഗമാണ്. അതേപോലെ തന്നെ നിക്കാഹ്, കച്ചവടം പോലത്തെ അനുവദിക്കപ്പെട്ട കാര്യം ഇസ്ലാം അനുവദിച്ച കാര്യങ്ങളാണ് എന്നറിഞ്ഞിരിക്കലും ഇതുപോലെ പല കാര്യങ്ങളുമുണ്ട് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ അറിഞ്ഞിരിക്കൽ നിർബന്ധമായവ. റവാത്തിബ് സുന്നത്ത് നിസ്കാരം സുന്നത്താണെന്ന് അറിഞ്ഞിരിക്കണം, പെരുന്നാൾ നമസ്കാരം സുന്നത്താണെന്ന് അറിഞ്ഞിരിക്കണം. ഇത്തരം കാര്യങ്ങളെല്ലാം ഗണ്ഡിതമായ തെളിവുകൾ കൊണ്ട് സുവ്യക്തമായി പഠിപ്പിക്കപ്പെട്ടതായതുകൊണ്ട് അവയെല്ലാം അറിഞ്ഞിരിക്കൽ നിർബന്ധമായ വിശ്വാസപരമായ കാര്യങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ്. ഇതിൽ നിന്ന് ഒന്നും ഒരാൾക്കും ഒഴിവാക്കാൻ വയ്യ. ഏതെങ്കിലും ഒന്ന് വിശ്വസിക്കാതിരുന്നാൽ അവൻ കുറ്റക്കാരനാണ്. എനിക്ക് അറിയില്ല, ഞാൻ പഠിച്ചില്ല എന്ന ന്യായങ്ങളൊന്നും അവിടെ അദ്ദേഹത്തിൽ നിന്ന് അംഗീകരിക്കപ്പെടുകയുമില്ല. ഇത്തരം കാര്യങ്ങൾക്കാണ് ദീനുൽ ഇസ്ലാമിൽ ഉസൂലുകൾ, അതിന്റെ മൗലിക കാര്യങ്ങൾ എന്ന് പറയുന്നത്. എന്നാൽ വിശ്വസിക്കൽ നിർബന്ധമായ ഈ കാര്യങ്ങൾ തന്നെ രണ്ടാക്കി തരംതിരിക്കാം. ചില കാര്യങ്ങൾ വിശ്വസിച്ചില്ല എങ്കിൽ അയാൾ ഇസ്ലാമിക വൃത്തത്തിൽ തന്നെ പുറത്തുപോയേക്കും. മറ്റ് ചില നിർബന്ധമായ വിശ്വാസകാര്യം തന്നെയാണെങ്കിലും വിശ്വസിക്കാഞ്ഞാൽ ദീനിൽ നിന്ന് പുറത്തു പോകൂല, കുറ്റക്കാരനായി ദീനിൽ നിലനിൽക്കാം എന്ന് മാത്രം. രണ്ടാക്കി നിർബന്ധമായ വിശ്വാസ കാര്യങ്ങളെയും നമുക്ക് വേർതിരിക്കാൻ പറ്റും. ബഹുമാനപ്പെട്ട അഇമ്മത്ത് അതിനെ പഠിപ്പിക്കുന്നത് തസ്ദീഖുൻ നബിയ്യി ഫീ ജമീഇ മാ ഉലിമ ബിദ്ദറൂറത്തി മജീഉഹു ബിഹി മിൻ ഇൻദില്ലാഹ്. അല്ലാഹു തആലയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊണ്ടുവന്ന നിയമമാണ് എന്ന് എല്ലാവർക്കും ബോധ്യമാകുന്ന വിധത്തിൽ പഠിപ്പിക്കപ്പെട്ട നിയമങ്ങളുണ്ട്. അത്തരം നിയമങ്ങളിൽ നിന്ന് ഒരെണ്ണം നിരാകരിച്ചാൽ, നിഷേധിച്ചാൽ അയാൾ ദീന്റെ പുറത്താണ്. ഈമാൻ എന്നതിനെ ബഹുമാനപ്പെട്ട അഖീദകളുടെ കിതാബിലൊക്കെ വിശദീകരിക്കുന്നത് ഇപ്രകാരമാണ്: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊണ്ടുവന്ന ദീനിന്റെ ഭാഗമാണെന്ന് എല്ലാവർക്കും തിരിയുന്ന രീതിയിൽ പഠിപ്പിക്കപ്പെട്ട കാര്യങ്ങൾ ലറൂറത്ത് കൊണ്ട് അറിയപ്പെടുക എന്നാണ് അതിനെ നമ്മുടെ പണ്ഡിതന്മാർ വിവരിച്ച വാക്ക്. ലറൂറത്ത് കൊണ്ട് അറിയപ്പെടുക എന്ന് പറഞ്ഞാൽ അൽ മുറാദു ബിൽ ലറൂരി മാ യസ്തരിഖു ഫീ മഅരിഫത്തിഹി അൽ ഖാസ് വൽ ആം. അതിന്റെ അറിവിൽ സാധാരണക്കാരെന്നോ പ്രത്യേകക്കാരോ എന്ന് വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ആ അറിവുണ്ടായിരിക്കും. അത്തരം കാര്യങ്ങളാണ് ലറൂരിയായ മുജ്മഉ അലൈഹികൾ. ഈ കാര്യം വിശ്വസിച്ചില്ല എങ്കിൽ ദീനുൽ ഇസ്ലാമിന്റെ പുറത്താണ്. ഉദാഹരണം പറഞ്ഞാൽ 5 വഖത്ത് നിസ്കാരം നിർബന്ധമാണെന്ന വിശ്വാസം. ഈ വിശ്വാസം ഇല്ലാത്തവൻ ഇസ്ലാമിലില്ല. 5 വഖത്ത് നിസ്കരിക്കുന്ന ആളാണെങ്കിൽ പോലും നിസ്കാരം നിർബന്ധമില്ലെന്ന വിശ്വാസത്തോടു കൂടെയാണ് അയാൾ ആ കാര്യം നിർവഹിക്കുന്നതെങ്കിൽ അയാൾ അവിശ്വാസിയാണ്. വയക്ഫുറു മുസ്തഹില്ലു തർക്കിഹ. നിസ്കാരം ഉപേക്ഷിക്കൽ അനുവദനീയമാണെന്ന് വിശ്വസിക്കുന്നവർ കാഫിറായി പോകുമെന്നത് എല്ലാവർക്കും അറിയാവുന്ന ഒരു വസ്തുതയാണല്ലോ. അതേപോലെ റമദാൻ മാസത്തിലെ നോമ്പ്, നിർബന്ധമായ സക്കാത്ത് പോലത്തെ കാര്യങ്ങൾ, ഈ കാര്യങ്ങൾ ഒരാൾ തള്ളിക്കളഞ്ഞാൽ, അയാൾ നിഷേധിച്ചാൽ അയാൾ കാഫിറാണ്. റമദാൻ മുഴുവൻ നോമ്പ് നോൽക്കുന്ന ആളാണെങ്കിൽ പോലും, മറ്റെല്ലാ സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആളാണെങ്കിൽ പോലും ആ സൽക്കർമ്മങ്ങളെ സൽക്കർമ്മമായിട്ട് അംഗീകരിക്കണമെങ്കിൽ ഇത്തരം അനിവാര്യമായും വിശ്വസിക്കേണ്ട കാര്യങ്ങൾ വിശ്വസിക്കേ പറ്റൂ. അല്ലാത്ത പക്ഷം അവരിൽ നിന്ന് കർമ്മങ്ങൾ തന്നെ സ്വീകരിക്കപ്പെടുകയില്ല. ഇതാണ് അനിവാര്യമായും വിശ്വസിച്ചിരിക്കേണ്ട, അഥവാ വിശ്വസിച്ചില്ലെങ്കിൽ ദീനിൽ നിന്ന് തന്നെ പുറത്തു പോകുന്ന വിശ്വാസപരമായ കാര്യങ്ങൾ. ഇനി മറ്റൊരു തരം നിർബന്ധമായ വിശ്വാസങ്ങളുണ്ട്. ആ കാര്യം വിശ്വസിച്ചില്ലെങ്കിൽ കുറ്റക്കാരനാണ്, നിർബന്ധമായും വിശ്വസിക്കണം. പക്ഷെ വിശ്വസിച്ചില്ല എന്നുള്ള കാരണം കൊണ്ട് ദീനിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കാൻ പറ്റില്ല. ദീനിൽ അദ്ദേഹം ഉണ്ടാകും, കുറ്റവാളിയായി ദീനിൽ തന്നെ നിലനിൽക്കും. അത്തരം ചില കാര്യങ്ങളുണ്ട്. അതേതാണെന്നോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊണ്ടുവന്ന ശരീഅത്തിന്റെ ഭാഗമാണെന്ന് ഗണ്ഡിതമായി തെളിഞ്ഞ കാര്യം തന്നെയാണ്.
പക്ഷേ അത് എല്ലാവർക്കും അറിയുന്ന വിധത്തിൽ അത്ര സ്പഷ്ടമല്ല എന്ന് മാത്രം. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ തറാവിഹി നമസ്കാരം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊണ്ടുവന്ന ശരീഅത്തിന്റെ ഭാഗമാണെന്ന് ഗണ്ഡിതമായ പ്രമാണങ്ങൾ കൊണ്ട് തെളിഞ്ഞതാണ്. പക്ഷേ അതൊരാൾ നിഷേധിച്ചു എന്നുള്ള കാരണം കൊണ്ട് അദ്ദേഹം കാഫിറായി പോകുന്നില്ല. ജനാസ നമസ്കാരം നിർബന്ധമാണെന്ന കാര്യം ഗണ്ഡിതമായ പ്രമാണം കൊണ്ട് തെളിഞ്ഞതാണ്. അതുകൊണ്ടത് വിശ്വസിക്കൽ നിർബന്ധവുമാണ്. പക്ഷെ ആ നിർബന്ധം ഒഴിവാക്കി അത് വിശ്വസിച്ചില്ല എന്ന കാരണം കൊണ്ട് അദ്ദേഹം ദീനുൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നില്ല. ഇങ്ങനെ വിശ്വസിക്കൽ നിർബന്ധമായ കാര്യങ്ങൾ തന്നെ വിശ്വസിച്ചില്ല എങ്കിൽ ദീനിൽ നിന്ന് തന്നെ പുറത്തു പോകുന്നവയും വിശ്വസിച്ചില്ലെങ്കിൽ ദീനിൽ നിന്ന് പുറത്തു പോവാതെ കുറ്റവാളിയായി നിൽക്കുകയും ചെയ്യുന്ന രണ്ട് തരമുണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി വേറെ ചില നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ ഖണ്ഡിതമായ തെളിവുകൾ കൊണ്ട് പ്രമാണങ്ങളെ കൊണ്ട് സ്ഥിരീകരിക്കപ്പെട്ടവയല്ല. അഭിപ്രായ വ്യത്യാസത്തിന് പഴുതുള്ള തരത്തിലുള്ള പ്രമാണങ്ങൾ കൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കും ആ കാര്യങ്ങൾ. അത് എല്ലാവർക്കും കണ്ടുപിടിക്കൽ സാധ്യവുമല്ല. നല്ല അഗ്രഗണ്യരായ മുജ്തഹിദുകളായ പണ്ഡിതന്മാർക്ക് ഗവേഷണം നടത്തിയിട്ട് മാത്രം കണ്ടെത്താൻ പറ്റുന്ന കാര്യങ്ങൾ. ഇത്തരം കാര്യങ്ങളെ അറിയലും വിശ്വസിക്കലും സമൂഹത്തിൽ എല്ലാവർക്കും നിർബന്ധമില്ല. എന്നാൽ പ്രാപ്തരായ ആളുകൾ അവരെ പ്രാപ്തി ഉപയോഗിച്ച് അത് മനസ്സിലാക്കലും അറിയലും ഫർള് കിഫായയാണ്. ആരെങ്കിലുമൊക്കെ നിർവഹിച്ചാൽ മറ്റുള്ളവർക്ക് കുറ്റത്തിൽ നിന്ന് ഒഴിവാകാൻ പറ്റുന്ന കാര്യങ്ങൾക്കാണല്ലോ ഫർള് കിഫായ എന്ന് പറയുക. എല്ലാ വ്യക്തികളും അറിഞ്ഞിരിക്കൽ നിർബന്ധമല്ല. ഇത്തരം കാര്യങ്ങളിലെ അഭിപ്രായ വ്യത്യാസം ദീനുൽ ഇസ്ലാം അംഗീകരിച്ചതാണ്. അതിൽ നിന്നാണ് 4 മദ്ഹബുകളും 4 മദ്ഹബുകൾക്ക് ഇടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉടലെടുക്കുന്നത്. ഇത്തരം വീക്ഷണ വ്യത്യാസമുള്ള പ്രമാണങ്ങളിലെ ഗവേഷണത്തിൽ വരുന്ന അഭിപ്രായ വ്യത്യാസം കൊണ്ടാണ്. അത് ശറഅ് അംഗീകരിച്ച കാര്യങ്ങളുമാണ്. ശരീഅത്തുൽ ഇസ്ലാമിന്റെ ഭൂരിഭാഗം കാര്യങ്ങളും ഇതിലാണ് ഉൾപ്പെടുക. ഇങ്ങനെ 3 തന്നെ വകതിരിച്ചുകൊണ്ട് വിശ്വാസത്തെ മനസ്സിലാക്കേണ്ടതുണ്ട്.